ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ അവിയലാണ്. കഷ്ണം നുറുക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒരു പരന്ന പാത്രം വേണം. അതുകൊണ്ട് ഞാൻ ചീനച്ചട്ടി തന്നെയാണ് എടുത്തത്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടു. എന്നിട്ട് ഈ കഷ്ണം എല്ലാം നുറുക്കി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. കാരണം ചേന, കായ് ഇവയെല്ലാം കറുത്തു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. എന്തൊക്കെ കഷ്ണം വേണമെന്നുള്ളത് ഞാൻ പറയാം. അതെല്ലാം കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 പച്ചമുളകും കീറിയിട്ട് കുറച്ച് കരിവേപ്പില നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, ഉപ്പും മഞ്ഞളും ഇട്ട് ഇതൊന്ന് അടച്ച് വെക്കും. കുറച്ച് വെള്ളം ഒഴിക്കും, വളരെ കുറച്ച് വെള്ളം ഒഴിക്കുള്ളൂ. കാരണം വെള്ളം ഒരുപാടായിട്ടുണ്ടെങ്കിൽ പുഴുക്ക് പോലെ കുഴഞ്ഞു പോകും. വെള്ളം ഒരുപാട് പാടില്ല. ഒരു 1/4 ഗ്ലാസ് വെള്ളം, 1/4 ഗ്ലാസ് ഇല്ല അതിലും താഴെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കും. കഷ്ണത്തിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അങ്ങനെ അത് വെന്തോളും. ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ആവി കയറാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചില്ല. ആവി കയറിയിട്ടുണ്ട്. അപ്പം നമ്മളതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കും. ആവി കയറി കഴിയുമ്പോൾ എല്ലായിടും ഒന്ന് മറിച്ചിളക്കിയിട്ട് കൊടുക്കുമ്പോൾ വേവെല്ലായിടത്തും, കഷ്ണത്തിൻ്റെ വേവെല്ലായിടത്തും ഒരുപോലെ ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കും. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു അല്പം വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂണ് തൈരെടുക്കും. പിന്നെ തേങ്ങയ്ക്കകത്ത് ജീരകം, പച്ചമുളക്, ചെറിയുള്ളി, കരിവേപ്പില ഇത്രയും ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അരയ്ക്കുകയെന്ന് വെച്ചാൽ ചതച്ചെടുത്താൽ മതിയാകും. മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. കഷ്ണം ഒരുവിധം നന്നായി വെന്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് കുഴയരുത്. ഈ പരുവത്തിലാകുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം. അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. തൈരും അതിൻ്റെ സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. കട്ട തൈരാണ്, പുളിയില്ലാത്ത തൈരാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. കാരണം അവിയലിന് ഒരുപാട് പുളിയായാൽ കൊള്ളത്തില്ല. അപ്പോൾ ഒരു ശകലം പുളി, ഒരു സ്പൂൺ പുളിയോളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. പുളി നേരിയ പുളിയേ പാടുള്ളൂ അവിയലിന്. ഞങ്ങളുടെ അവിയൽ അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. സദ്യക്ക് ഉണ്ടാക്കുന്ന അതേ അവിയൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി ഇളക്കി ആ വെള്ളം ഒന്ന് തോരാൻ വേണ്ടിയിട്ട് ഇത്തിരി വലിയ തീയിലേക്ക് വെക്കണം. അത് ഞാൻ ചെറിയ തീയിലിട്ടിട്ടാണ് ഇത്രയും നേരം വേവിക്കേണ്ടത്. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഉടഞ്ഞങ്ങോട്ട് വല്ലാതെ ആയി പോകരുത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ആ വെള്ളം തോരാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളം എല്ലാം തുറന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പും തൈരും കൂടി ഒന്നിച്ച് ചേർക്കാം. നമുക്ക് ഒരുപാട് പ്രാവശ്യം ഇളക്കണ്ടല്ലോ, ഇളക്കുമ്പോൾ കഷ്ണം ഉടഞ്ഞു പോകും. അതുകൊണ്ട് എല്ലാം ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പും പുളി എല്ലാം പാകമാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും. അതോടുകൂടി അവിയൽ റെഡിയായി. നമുക്ക് കഴിക്കാനെടുത്തു. ഇന്നലെ വെച്ച അയിലക്കറി ഉണ്ട്.